തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 പഴുത്ത തക്കാളി, 3 ചെറിയ പഴുത്ത തക്കാളിയാണിത്. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങ, പൊടി ഐറ്റംസ് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പെരുംജീരകം കൂടെ ചേർക്കണം ലാസ്റ്റ് മിക്സിയിൽ അടിക്കുമ്പോൾ തേങ്ങയുടെ കൂടെ. വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, വെള്ളം, താളിക്കുന്നതിനായി കറിവേപ്പില, 2 ഉണക്കമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്. ആദ്യം എണ്ണയിലേക്ക് ഒഴിക്കാനായി കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് കീറിയത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി സ്റ്റൗ കത്തിച്ച് ഒരു ബൗൾ അതിൽ വെച്ച് ചൂടാക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മൾ ലാസ്റ്റ് കടുക് വറുത്ത് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഈ സമയം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറിയ കഷ്ണമാണ്. ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്താൽ മതി ഈ കറിക്ക്. പിന്നെ ഒരു 4 പച്ചമുളക് ഇവിടെ ഒന്ന് വഴറ്റി, ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി. ഈ സമയം ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് വഴറ്റി. സവാള ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ചേർക്കാം. അത് 1 ടീസ്പൂൺ, ഈ സ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ നോക്കിയിട്ട് ലാസ്റ്റ് ചേർക്കാം. അതും കൂടെ ചേർത്തൊന്ന് നന്നായി വഴറ്റാം. സവാളയൊക്കെ ഒരുവിധം ഒന്ന് വരണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടി ചേർക്കാം. വളരെ കുറച്ച് മസാലപ്പൊടി മതി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മാത്രം മതി ഇതിന് മസാലയായി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായി വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. തക്കാളിയെല്ലാം ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. തേങ്ങ അരച്ച് പേസ്റ്റിലും വെള്ളം കാണും, അതുകൊണ്ട് 1 ഗ്ലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചൊരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ,
ആദ്യം നമ്മൾ ഒരല്ലി വെളുത്തുള്ളിയെ ചേർത്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് ഒരു വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ സാധാരണയുള്ള ജീരകം, കാൽ ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, ഇത് രണ്ടും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായി അരച്ചെടുക്കും. ജാറിൽ നന്നായി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. അടപ്പ് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കറിയെല്ലാം ഒരുവിധം തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ലതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന്. ഈ സമയം നമുക്ക് താളിക്കാം. അതിനൊരു പാത്രം വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു താളിപ്പിനായി ഒരു പാത്രം വയ്ക്കാം. അത് ചൂടാകട്ടെ. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടുമ്പോൾ ഒരു നുള്ളി ഉലുവ ചേർക്കാം. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, 3-4 കുഞ്ഞുള്ളി, 2 ഉണക്കമുളക്, 1 കറിവേപ്പില. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് കറിയെല്ലാം നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. സമയം താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. സ്റ്റൗ അടച്ച് വയ്ക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. കറിയെല്ലാം നല്ലതുപോലെ തണുത്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കടുക് വറുത്തതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിക്കറി റെഡി. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തക്കാളി ഒഴിച്ച കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെ, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.